ശബരിമല തീർത്ഥാടനത്തിന്റെ ഹൃദയഭൂമിയായ പമ്പ അയ്യപ്പ ചരിത്രത്താൽ മാത്രമല്ല രാമായണ കഥകളാലും പവിത്രമാണ്. വനവാസകാലത്ത് ശ്രീരാമൻ തന്റെ പിതാവായ ദശരഥ മഹാരാജാവിന് പിതൃതർപ്പണം നടത്തിയ പമ്പ ത്രിവേണിയിൽ ഓരോ വർഷവും പിതൃതർപ്പണത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനയാണുണ്ടാകുന്നത്. ശ്രീധർമ്മശാസ്താവിന്റെ പൂങ്കാവനമായ പമ്പയിൽ ഓരോ വർഷവും പിതൃതർപ്പണം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, പമ്പയിലെത്തുന്ന അയ്യപ്പ ഭക്തരും ഇവിടെ ബലിതർപ്പണം നടത്തുന്നു. വനവാസകാലത്ത് രാമലക്ഷ്മണന്മാരും സീതാദേവിയും പമ്പ ത്രിവേണിയിൽ എത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം. വനവാസത്തിനിടയിലാണ് ശ്രീരാമൻ പിതാവായ ദശരഥന്റെ മരണവാർത്ത അറിയുന്നത്. തുടർന്ന് പമ്പ ത്രിവേണിയിലെത്തി ദശരഥ മഹാരാജാവിനായി പിതൃതർപ്പണം നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഗാ നദിയോളം പ്രാധാന്യമുള്ള പമ്പയിലെ പിതൃതർപ്പണം ഏറെ പുണ്യദായകമാണെന്നാണ് വിശ്വാസം. ഈ പമ്പയിൽ കർക്കിടവാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശ്രീരാമസ്വാമി ഇവിടെ ദശരഥ മഹാരാജാവിന്റെ അച്ഛന്റെ ഒരു മരണവിവരം അറിഞ്ഞ് ഇവിടുന്ന് വനവാസകാലമാണല്ലോ, അപ്പോൾ പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ബലിയിട്ടു എന്നുള്ളത് കൊണ്ടും പിതൃക്കൾക്ക് പോരാത്ത പമ്പ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഗംഗയെ പോലെയാണ്, അത്രയും പ്രാധാന്യം പമ്പയ്ക്കുണ്ട്. അത് മാത്രമല്ല, പമ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കവും ഒടുക്കവും പമ്പയാണ്. സന്നിധാനത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും, ശബരിക്ക് മോക്ഷം കൊടുത്ത ആ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും പമ്പയിൽ കുളിച്ചിട്ടാണ് പോകുന്നത്. തിരിച്ച് പോകുമ്പോഴും കുളിച്ചിട്ടാണ്. അവരുടെ ഒരു പുനർജന്മാണ് എന്നാണ് സാധാരണ നമ്മൾ വിശ്വസിക്കല്. വനവാസകാലത്ത് ശ്രീരാമൻ പൂജിച്ചിരുന്ന ഗണപതി വിഗ്രഹമാണ് ആദിമൂല ഗണപതി പ്രതിഷ്ഠ. പമ്പയിൽ ഗണപതി പ്രതിഷ്ഠ നടത്താൻ തീരുമാനമെടുത്തപ്പോൾ ശ്രീരാമൻ പൂജിച്ച വിഗ്രഹമായതിനാൽ ആദിമൂല ഗണപതി വിഗ്രഹം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് പമ്പയിൽ 2 ഗണപതി ക്ഷേത്രങ്ങൾ വരാനിടയായത്. രാമഭക്തയായ ശബരിക്ക് ശ്രീരാമൻ മോക്ഷം നൽകിയ ഐതിഹ്യമാണ് പമ്പയിലെ രാമസാന്നിധ്യത്തെ കൂടുതൽ ദൃഢമാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപം ശ്രീരാമക്ഷേത്രവും ഹനുമാൻ ക്ഷേത്രവും സ്ഥാപിച്ചിട്ടുള്ളത്. പമ്പയിൽ സ്നാനം ചെയ്ത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഭക്തർ മല കയറുന്നത്. ശബരിമലയുടെ കവാടമായ ശബരിപീഠത്തിലാണ് പിന്നീട് തീർത്ഥാടകർ എത്തുന്നത്. ശബരിയുടെ ആശ്രമത്തിൽ സീതാദേവിക്കൊപ്പം രാമലക്ഷ്മണന്മാർ എത്തുകയും രാമദർശനത്താൽ ശബരിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മ നിലനിർത്തുന്ന ശബരിപീഠം തന്നെ ശബരിമലയ്ക്ക് രാമായണവുമായുള്ള ആഴത്തിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. പമ്പയിൽ സ്നാനം ചെയ്ത് അയ്യപ്പ ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തുന്ന ഭക്തർ വീണ്ടും പമ്പയിൽ സ്നാനം ചെയ്ത് മടങ്ങുന്നത് ഒരു പുനർജന്മം എന്ന സങ്കല്പത്തോടെയാണ്. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.